നമുക്ക് പാർട്ടികളിലൊക്കെ സ്റ്റാർ ആവാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. ഞാൻ ഈ ഇതിനുണ്ടാക്കിയ ഡെസേർട്ടായിരുന്നു ഇത്, നമ്മുടെ ക്യാരറ്റ് ജാമുൻ ഡെസേർട്ട്. ഫ്രണ്ട്സിനൊക്കെ കൊടുത്തപ്പോൾ ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്താലോ. 3 ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് വാഷ് ചെയ്തിട്ട് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് അതിൻ്റെ രണ്ടറ്റവും കളഞ്ഞതിന് ശേഷം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കപ്പ് പാലും ചേർത്ത് ക്യാരറ്റ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് സ്റ്റൗ ടോപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ക്യാരറ്റ് മിക്സ് ഒഴിച്ചു കൊടുത്ത് 15 to 20 മിനിറ്റ് ക്യാരറ്റിന് ആ പച്ച മണവും പച്ച ചുവയ്ക്കൊന്ന് മാറി കിട്ടാൻ വേണ്ടി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും 1 കപ്പ് പാലും 1/4 കപ്പ് റവയും കൂടി ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ റവ അതിൽ നിന്ന് ചേർക്കുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. നമ്മുടെ പാനിൽ നിന്നിങ്ങനെ വിട്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം റവ നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ക്രീമി ആയിട്ട് തോന്നാം. കുറച്ച് തണുക്കുമ്പോൾ നമുക്കിത് ഇതുപോലെ ഗുലാബ് ജാമുനൊക്കെ ബോളാക്കുന്ന പോലെ ആക്കാൻ പറ്റും കേട്ടോ. 2 കൈയിലും കൂടി ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ബോൾസ് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ ബോളാക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് 2 കപ്പ് പാൽ സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടിന്ന് മിൽക്ക് മെയ്ഡും അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മാത്രം ചേർക്കുക, അല്ലെങ്കിൽ പഞ്ചസാര രണ്ടും പകുതി എടുക്കുക. പിന്നെ ഏലക്കാപ്പൊടിയും അതുപോലെ അല്ലെങ്കിൽ വാനില എസൻസ് ചേർക്കുക കേട്ടോ, നമ്മുടെ ഫ്ലേവറിനനുസരിച്ച്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിലോ വെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. കോൺഫ്ലവർ ചേർക്കുമ്പോൾ പെട്ടെന്ന് കുറുക്കി കിട്ടും കേട്ടോ. ഇത്രയും ആയിക്കഴിഞ്ഞ് നമ്മുടെ ബോൾസൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡിയായി. ഇത് തണുപ്പിച്ചും കഴിക്കുക, അല്ലാതെ ചൂടോടെയും സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ കുറച്ച് ബോൾസ് മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ ഞാൻ പരന്ന പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്താഷ്യോ പൗഡറും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാനും. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗ് കാണാം.